നിങ്ങളുടെ മുമ്പിൽ തന്നെ എടുക്കാൻ വേണ്ടി പോണം കൊച്ചിനെ കൊണ്ട് എടുപ്പിക്കാം. 50,000 ഫോളോവേഴ്സ് ആയപ്പോൾ നടത്തിയ ഓപ്പൺ ക്യാഷ് കൗണ്ടിങ് ഫ്ലോപ്പ് ആയി പോയെങ്കിലും ഇത്തവണ 60,000 ഫോളോവേഴ്സ് ആയപ്പോൾ നടത്തിയ ക്യാഷ് കൗണ്ടിങ് ഫ്ലോപ്പ് അല്ലായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എന്താ വെച്ചാൽ ആദ്യത്തെ ക്യാഷ് കൗണ്ടിങ്ങിൽ ആകെ വന്നത് 3 പേരാണെങ്കിൽ ഈ പ്രാവശ്യം അതിൽ കൂടുതൽ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഫോളോവേഴ്സിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിപ്ലൈ കിട്ടിയ കമൻറ്റായ വച്ചക്കാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ പ്രാവശ്യം ക്യാഷ് കൗണ്ടിങ് വെച്ചത്. വച്ചക്കാലിൽ തന്നെ 4:30 നമ്മൾ ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുന്ന പറഞ്ഞെങ്കിലും കുറച്ച് ലൈറ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ടൈം 5:15 നിന്ന് 5:30 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 5:30 മുമ്പ് എത്തിയ എല്ലാവരുടെയും സീരിയൽ നമ്പർ എഴുതിയിട്ട് ഒരു പേപ്പറിൽ അവരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. 5:30 പറഞ്ഞത്, 5:30 ആയിട്ടുണ്ട്. ഇതുവരെ 12 പേര് ഇവിടെ വന്നിട്ടുണ്ട്. 12 പേരുടെയും സീരിയൽ നമ്പർ 1, 2 എന്നുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ആക്കി. കഴിഞ്ഞ പ്രാവശ്യം സെലക്ട് ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് ഈ പ്രാവശ്യം ആൾക്കാരെ സെലക്ട് ആക്കിയത്. പക്ഷേ ഈ പ്രാവശ്യം ഒരു ചെറിയ ചേഞ്ച് കൊണ്ടുവന്നു. ആദ്യം ഒരാളെ സെലക്ട് ചെയ്തിട്ട് അയാൾ എണ്ണ എമൗണ്ട് കറക്റ്റ് ആയിരിക്കണം. കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി രണ്ടാമത്തെ ആളെ സെലക്ട് ചെയ്യും. രണ്ടാമത്തെ ആളും തെറ്റിച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ ആളെ സെലക്ട് ചെയ്യില്ല. പകരം ആദ്യം എണ്ണയാളും രണ്ടാമത്തെ എണ്ണുണ്ടല്ലോ അതിന് പകുതി വെച്ച് 2 പേർക്കും കൊടുക്കും. ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ ആദ്യം നറുക്കെടുക്കുന്ന ആളാണെങ്കിൽ പോലും ഫസ്റ്റ് ആ റൂൾസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ റിജക്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ റൂൾസ് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം എല്ലാവരുടെ മുമ്പിൽ തന്നെ അവിടെ ഉണ്ടായ ഒരു കൊച്ചിനെ കൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം നറുക്കെടുപ്പിച്ചു. 11ാമത്തെ നമ്പർ. അങ്ങനെ 11ാമത്തെ നമ്പറായ നന്ദപ്പനാണ് നോട്ട് എണ്ണാനുള്ള ആദ്യത്തെ ചാൻസ് കിട്ടിയത്. ഇനി വീഡിയോ പറഞ്ഞിട്ടുണ്ടായ റൂൾസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആദ്യം ചെക്ക് ചെയ്യണമായിരുന്നു. 2 അക്കൗണ്ടും ഫോളോ ചെയ്തിട്ടുണ്ട്. എന്റെ പേരെന്താണ്? നീ കമന്റ് ചെയ്തിട്ടില്ലല്ലോ. കമന്റ് നറുക്ക് വേണ്ടിട്ട് ഡിസ്റ്റായി പോയി. അപ്പോൾ ബാക്കി അടുത്ത വീഡിയോ കാണാം. ഫുൾ വീഡിയോ വേണ്ടവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൽ പോയി കാണാവുന്നതാണ്.